എപ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത്? അപകടം ഏതാണ്ട് 2 മണിയോടുകൂടിയാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഈ വീട്ടിൽ 2 പേരാണ് ഉണ്ടെന്നുള്ള ബന്ധുക്കളെ ആ, ആ, അവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ടില്ല. ഒരാളുടെ ബോഡി നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. ഇനി ഒരാളുടെ കൂടെ ബോഡി കണ്ടെടുക്കാം. ഒരു 5 അടി മണ്ണൂടെ നീക്കിയാൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷേ മഴ വീണ്ടും ഗുരുതരമായി വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷാപ്രവർത്തനത്തിന് തടസ്സം വരാം. എങ്കിലും ഈ പ്രദേശത്തെ ഈ ഒരു വിഷയം നമുക്ക് റെക്ടിഫൈ ചെയ്യാം. എങ്കിലും പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൻ്റെ ഭൂരിപക്ഷം വരുന്ന പഞ്ചായത്തുകളിലും ഗുരുതരമായ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈരാറ്റുപേട്ട ഉൾപ്പെടെയുള്ള ഭൂരിപക്ഷം നല്ല നഗരം ഉൾപ്പെടെയുള്ളത് വെള്ളത്തിനടിയിലായി. ഈ പല പ്രദേശങ്ങളിലും ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. പലയിടങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. നിലവിൽ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള കൂട്ടിക്കൽ പഞ്ചായത്തിലെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടോ? നിലവിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഈ അടുത്ത ദിവസം വരെ ഇല്ലായിരുന്നു. നിലവിൽ അങ്ങനെ ഒരു മഴയോ കാര്യങ്ങളോ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഈ പ്രദേശങ്ങളില്ല. പെട്ടെന്ന് ഒരു 2 ദിവസമായതേ ഉള്ളൂ ഈ മഴ ഇത്രയും ശക്തമായിട്ട് വന്നു. മാത്രമല്ല ഇന്നലെ രാത്രി പെയ്ത മഴയാണ് ഏറ്റവും. ആ സമയത്ത് ഞാനൊരു മരിച്ച വീട്ടിൽ പോയിട്ട് വന്നപ്പം ഏതാണ്ട് ഒരു 2 മണിക്കൂറോളം തുടർച്ചയായിട്ട് ഭീകര മഴയായിരുന്നു. സാധാരണ നല്ലൊരു റോഡിൽ കൂടെ വണ്ടി ഓടിക്കാൻ പറ്റാത്ത അത്ര ഭീകര മഴയായിരുന്നു. അത് മല സൈഡുകളിലും എല്ലാം പെയ്തപ്പോൾ ഹിൽ സൈഡിലെല്ലാം പെയ്ത നേരത്ത് തുടങ്ങിയ മഴ അർദ്ധരാത്രിയിലും തുടർന്ന് പുലർച്ചെയാണ് അല്പശമനമുണ്ടായത്. നേരത്തെന്ന് പറയത്തില്ല. ശരിയായ മഴ തുടങ്ങിയത് ഒരു 9 മണി കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത്. ആ മഴ ഒരു 3 മണിക്കൂർ നിന്നിട്ടുണ്ട്. അരുളിക്കൊരു കുടം എന്ന കണക്കിലായിരുന്നു ശക്തമായി പെയ്തിറങ്ങിയത്. അതെ അതെ, മഴയുടെ രൂപഭാവം മാറിയതേ ഉള്ളൂ. അതിനകത്ത് നമുക്കൊരു മഴയെന്ന് പറയത്തില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗുരുതരമായ ഒരു പ്രളയമായിരുന്നു. മിന്നൽ പ്രളയം പോലെയുള്ളൊരു പ്രതിഭാസം. അതായത് കഴിഞ്ഞ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്ന ഒരു 40 അല്ലെ 50 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചുള്ള മഴയല്ല ഇപ്പോൾ പെയ്യുന്നത്. അതാണ് മലമുകളിലുള്ള ഈ വീട്ടിൽ മൊത്തത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന 5 പേരുണ്ടായിരുന്നു എന്നാണ്. അതിൽ 2 പേർ മാത്രമേ ഈ കാഷ്വാലിറ്റി സംഭവിക്കുമ്പോൾ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അതെ അതെ അതെ, 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് 2 പേർക്കും അപകടം സംഭവിച്ചിട്ടുണ്ട്. നിലവിലെ എത്ര മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആ ചെറുപ്പക്കാരൻ ജോസ്ഫിൻ്റെ മൃതദേഹം കണ്ടെത്താൻ നമുക്കൊരു അപകടം ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു നേരം വെളുത്ത് 3 മണിക്കൂറോളം എടുത്തിട്ടാണ് കണ്ടെത്താൻ പറ്റിയത്. ഇങ്ങോട്ടേക്ക് ഈ മണ്ണുമാന്തി യന്ത്രമൊക്കെ എത്തിക്കുക എന്നുള്ള വലിയ ശ്രമകരമായിരുന്നു. മണ്ണുമാന്തി യന്ത്രം എത്തിക്കാൻ ശ്രമകരമാണ്. അതിലുപരി ആളുകളെ എത്തിക്കാൻ പാടുപെട്ടു. കാരണം ഈ മറ്റ് പ്രദേശത്ത് നിന്ന് പോലീസിനും ഫയർഫോഴ്സിനും എത്തണമെന്നുണ്ടെങ്കിൽ എല്ലാ പ്രദേശത്തും വെള്ളം കയറി ബ്ലോക്ക് ചെയ്ത് കിടക്കുക. പാല ഉൾപ്പെടുന്ന പ്രദേശം തൊട്ട് മെയിൻ റോഡുകളും ചെറു റോഡുകളും എല്ലാം മീനിച്ചിലാറിൻ്റെ കൈവഴികളിലൂടെ തോടുകളിലൂടെ വെള്ളം കയറി ബ്ലോക്കാണ്. അതായത് കോട്ടയത്തു നിന്നും പാലായിലേക്ക് വരുന്ന വഴി, പാലായിൽ നിന്നും ഈരാറ്റുപേട്ടയിലേക്ക് വരുന്ന വഴി, ഒപ്പം തന്നെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഈരാറ്റുപേട്ടയിലേക്ക് വരുന്ന എല്ലാ വഴിയും വെള്ളത്തിലായി. വഴികളും ബ്ലോക്കായിരുന്നു. അതോടൊപ്പം തീക്കോയി ഉൾപ്പെടുന്ന പ്രദേശത്ത് ഇതിനെ നേരിടാൻ പീരുമേട് ഇടുക്കിയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം അവിടെ നിന്നുള്ള RRTFും പോലീസും ഫോഴ്സും എല്ലാം അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് കോട്ടയത്തു നിന്നുള്ള RRT സംഘത്തെ ഇവിടേക്ക് എത്തിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതാണ് അതിൻ്റെ ഇപ്പം ഓൾറെഡി എത്തിച്ചിട്ടുണ്ട്. എങ്കിലും ഇവിടെ നിന്നുള്ളത് ഇടുക്കിയിൽ നിന്നുള്ളത് തീക്കോയി വഴി കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി അവിടെ ക്ലിയർ ചെയ്യുന്നുണ്ട്, വഴി ക്ലിയർ ചെയ്യുന്നുണ്ട്. മഴ വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. രക്ഷാപ്രവർത്തനം ദുഷ്കരമാകുമോ? ഇല്ല, അതിനുള്ള മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ നേരിട്ടുമാണ് ഞാൻ സംസാരിച്ചായിരുന്നു. ഇപ്പം മുഖ്യമന്ത്രി ചിലപ്പം ഇന്ന് എത്താമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുണ്ട് അതിനുള്ള അടിയന്തരമായ ഏകോപനം ഉണ്ടാവും ഈ കാര്യത്തിൽ.